ഹൈക്കോടതി നിരോധിച്ചിട്ടും എരുമേലിയിൽ രാസസിന്ദൂരം സുലഭം. ഒറ്റ ദിവസം പിടിച്ചെടുത്തത് 900-ൽ പരം പാക്കറ്റ്. രാസസിന്ദൂരം നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും രാവും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന സിന്ദൂരക്കടകളിൽ വിൽപ്പന തുടരുകയാണ്. ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയും ബോധവൽക്കരണവും നടത്തുന്നുണ്ടെങ്കിലും സിന്ദൂരം കച്ചവടക്കാർ ഇപ്പോഴും കച്ചവടം നടത്തുകയാണ്. നിരോധനം വന്നതോടെ കടയുടെ മുൻപിൽ ഭക്തർക്ക് കാണാനായി ഓരോ പാത്രങ്ങളിൽ പലവിധ നിറത്തിലുള്ള സിന്ദൂരം വെക്കുന്നത് ഒഴിവാക്കി ചെറിയ പാക്കറ്റുകളിലായി സിന്ദൂരം സൂക്ഷിക്കുന്ന രീതിയാണിപ്പോൾ. ഇത്തരത്തിൽ സിന്ദൂരക്കടയിൽ ഒളിപ്പിച്ചു വെച്ച 50 ഗ്രാമിൽ താഴെയുള്ള 950-ൽ പരം പല കളറിലുള്ള സിന്ദൂര പാക്കറ്റുകളാണ് ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് വിഭാഗം സ്പെഷ്യൽ സ്ക്വാഡ് ചൊവ്വാഴ്ച എരുമേലി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷന് സമീപത്തെ മൈതാനിയിലെ താൽക്കാലിക കടയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. രാസസിന്ദൂരം ആരോഗ്യ പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നത്തിനും കാരണമാകുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയാണ് രാസസിന്ദൂരത്തിന്റെ ഉപയോഗം നിരോധിച്ചത്. കോടതി ഉത്തരവിന്മേൽ തീർത്ഥാടന കാലം തുടക്കത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ സിന്ദൂര കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഒരാഴ്ച മുമ്പ് ഒരു വ്യാപാരിയുടെ വീട്ടിൽ സൂക്ഷിച്ച 950-ൽ പരം കിലോഗ്രാം സിന്ദൂരം കണ്ടെടുത്തിരുന്നു. ഇവയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനയിൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോൾ അജൂത് ജോസഫ് കുര്യൻ, എസ് ശരത് കുമാർ, കെ എ റൈസ്, ജമീല ഹെലൻ ജേക്കബ്, ബബിത കെ വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.